എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ചന്തയിലെ കന്നുകാലി ചന്തയിലാണ്. എൻ്റെ ഈ പിറകിൽ നിൽക്കുന്ന മൃഗങ്ങൾ ഇന്നെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കന്നുകാലി ചന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടി മാർക്കറ്റ് പോലെ തന്നെ ചാലക്കുടി മാർക്കറ്റ് എത്രത്തോളം പ്രശസ്തമാണോ അത്രത്തോളം പ്രശസ്തമാണ് ചാലക്കുടിയിലെ കന്നുകാലി ചന്ത. വളരെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മുടെ ചാലക്കുടി പട്ടണം ഒരു പരിധിവരെ പുറത്തേക്ക് ഈ ചാലക്കുടി ചന്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ളൊരു വർണ്ണനകളൊക്കെ വരുന്നതിൻ്റെയൊക്കെ ഒരു പിന്നിൽ ഈ ചാലക്കുടി കന്നുകാലി ചന്ത എന്ന് പറഞ്ഞത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കന്നുകാലി ചന്തയിലെ കച്ചവടക്കാരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. ഒന്നാമത്തെ സംഭവം, പുതിയ മാർക്കറ്റിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വരുന്നു. വളരെ ശ്ലാഘനീയമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. യാതൊരു എതിർപ്പോ മറ്റോ കാര്യങ്ങളല്ല. പക്ഷേ ഈ കന്നുകാലി ചന്തയ്ക്ക് ഇപ്പോഴുള്ള ഇടം, ഇതാദ്യം നമ്മുടെ മാവേലി സ്റ്റോറിൻ്റെ മുന്നിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ പുതിയ കെട്ടിടങ്ങൾ വന്ന് ഇതിൻ്റെ പിറകിലേക്ക് പോയി. ഇപ്പോൾ ഉള്ള ഇടം കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണോ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളൊരു ആശങ്ക ഇവിടുത്തെ കന്നുകാലി ചന്തയിലെ കച്ചവടക്കാർക്കുണ്ട്. അതുമാത്രമല്ല, ഇന്നുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ കന്നുകാലികൾക്കൊക്കെ തന്നെ കുടിക്കാനായിട്ട് വെള്ളം എടുക്കുന്നൊരു പൈപ്പുണ്ട്. ആ പൈപ്പ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആ പൈപ്പ് വാട്ടർ അതോറിറ്റി വന്നത് അതിൻ്റെ മീറ്ററും മറ്റു കാര്യങ്ങളും ബ്ലോക്ക് ചെയ്ത് അറുത്ത് മാറ്റി പല പൈപ്പുകളും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ കന്നുകാലി കച്ചവടക്കാർക്ക് പറയാനുള്ളത്, ഇവിടെ നിന്നാണ് ഈ പൈപ്പിൽ നിന്നാണ് ഈ വെള്ളം ഈ കന്നുകാലികൾക്കൊക്കെ കൊടുക്കുന്നത്. അതുപോലെ മത്സ്യ മാർക്കറ്റിലെ ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഈ പൈപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് യാതൊരു കാരണവശാലും ഒരിക്കലും ബ്ലോക്ക് ചെയ്യപ്പെടേണ്ട ഒരു പൈപ്പല്ല. അതുമാത്രമല്ല, മറ്റൊരു എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ട് വേണ്ടിയിരുന്നില്ലേ ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ മറ്റൊരു സംഗതികളൊന്നും ചെയ്യാതെ ഈ പൈപ്പ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഈ കന്നുകാലികൾ ഉൾപ്പെടെയുള്ള സംഗതികളെല്ലാം തന്നെ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിനെന്ത് പരിഹാരമാണ് നഗരസഭ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഈ മാർക്കറ്റിലെ ഈ കന്നുകാലി ചന്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചേട്ടന്മാരോട് എന്താണ് അവരുടെ ആശങ്കകൾ എന്ന് മറ്റു കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ രാവിലെയും വൈകിട്ട് കന്നാലികൾക്ക് വെയിലത്ത് നിൽക്കുന്ന സമയത്ത് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്ന ഒരു പരിപാടി മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന പൈപ്പാണത്. അതുപോലെ തന്നെ രാവിലെ മീനിലെ ഹോൾസെയിൽ ആൾക്കാരും കൈകാലം കഴുകുന്നതും കാര്യങ്ങളൊക്കെ ഈ സെയിം പൈപ്പിലാണ്. ഒരു അറിയിപ്പില്ലാണ്, മുന്നറിയിപ്പിലാണ് ഇന്ന് വന്നിട്ട് 4 മണി നേരത്ത് വന്ന് സാധനം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കന്നുകാലികൾക്ക് ഈ വെള്ളം ഇത് കൊടുക്കാനായിട്ട് വേറെ എന്ത് മാർഗ്ഗമാണ്? ഇവിടെ നിലവിൽ മാർക്കറ്റിൽ ഒരു ഓപ്ഷൻ ഇല്ല. നിലവിൽ മാർക്കറ്റിൽ വെള്ളം കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ നഗരസഭ അധികൃതരോട് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? അല്ല, അവർ വന്നിട്ടുണ്ടായില്ല. ഇപ്പോൾ നിലവിൽ PHD ആൾക്കാർ വന്നാൽ കട്ട് ചെയ്യാൻ വന്നായിരുന്നു. വാട്ടർ അതോറിറ്റിയിൽ അവരാണ് വന്ന് കട്ട് ചെയ്യാൻ വന്നത്. ഞങ്ങൾ കട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലേ, ഞങ്ങൾക്ക് ഓൾറെഡി ഓർഡർ ഉണ്ട്, ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അത് ശരി. ഈ മത്സ്യ മാർക്കറ്റിലുള്ള ആളുകളും എല്ലാവരും ഇത് ഉപയോഗിക്കണം. മെയിനായിട്ട് കന്നാലികൾക്ക് വെള്ളങ്ങളോട് പടഞ്ഞു വീഴാൻ പോയി ചാമടിച്ച് കൊടുക്കും. ഇതിനൊക്കെ വെള്ളം സമയത്ത് 10-20 വർഷങ്ങളായിട്ടുള്ള പൈപ്പാണ്, ഒന്നും കെട്ടിയുടെ പൈപ്പല്ല. അതൊരു മുന്നറിയിപ്പില്ലാണ്ട് വന്ന് കട്ട് ചെയ്തുകൊണ്ട് ഇന്ന് കന്നാലികൾക്ക് വെള്ളം കൊടുക്കാനൊന്നും ഒരു സൗകര്യങ്ങളോ വേറൊരു മാർഗങ്ങളോ കൂടി ഇല്ല. 20 വർഷത്തോളം മുന്നുള്ള പരക്കുള്ള പൈപ്പാണ്. ഇന്നും തന്നെ സെറ്റ് ചെയ്ത പൈപ്പല്ല. കുറച്ച് ദിവസം മുന്നാണ് ഇത് മീറ്ററും കാര്യങ്ങളും മീറ്റർ ഉണ്ടായില്ല ആദ്യം. അപ്പോൾ അനധികൃതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് കിട്ടാണെന്ന് മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സുപ്രാതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കന്നാലി കച്ചവടക്കാരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. അല്ല, വെള്ളം കൊടുക്കാൻ ഒന്നിനും പറ്റുന്നില്ല, എല്ലാം ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. ഒരുപാട് കാലപ്പഴക്കമുള്ള പൈപ്പ്, ഇന്നും തന്നെ സെറ്റ് ചെയ്ത പൈപ്പല്ല. ഒരു മുന്നറിയിപ്പില്ലാണ്ട് അതൊക്കെ ചെയ്തിരിക്കണം. ആരും ഒന്നും പറയാനില്ല. ഒരു പൈപ്പ് പ്ലംബർ വന്നു, അവരോട് കട്ട് ചെയ്തൊന്നും കട്ട് ചെയ്ത് കൊണ്ടുപോയി. ഇത് പശുക്കൾക്കൊന്നും വെള്ളം കൊടുത്തിട്ടില്ല, കന്നാലികൾക്കൊന്നും വെള്ളം കൊടുത്തിട്ടില്ല. ആരോട് ചോദിച്ചപ്പോൾ ഒരു അറിവ് കാര്യം. കന്നുകാലി ചന്തക്കാർക്കും മാത്രമല്ല ആശങ്ക, അതായത് ഇവിടെയുള്ള കച്ചവടക്കാർക്കും ഒഴിഞ്ഞുപോയ കച്ചവടക്കാർക്കും അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ആശങ്കയുണ്ട്. കാരണം നമ്മളിത് 3 കോടി രൂപയുടെ കെട്ടിടം വരുമെന്നാണ്, അല്ലെങ്കിൽ മുൻ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിലും ഇത് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. ഫിഷറീസിൻ്റെ കിഫ്ബി മുഖേനയുള്ള ഫണ്ടാണ് ഫിഷ് മാർക്കറ്റ് തുടങ്ങാനുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ റൂഫൊക്കെ കോൺക്രീറ്റ് കെട്ടിടമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് കുറച്ചാൾക്ക് മുന്നാണ് നമ്മൾ അറിഞ്ഞത് അത് ഷീറ്റ് മേഞ്ഞിട്ടുള്ളൊരു കെട്ടിടമാണ് ഇവിടെ വരുന്നത്. ഏകദേശം ഒരു 50 സെൻറ്റ് സ്ഥലത്തോളം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും പിന്നെ വെറും ഒരു 100 സ്ക്വയർ ഫീറ്റും ഉള്ളിൽ 50 സ്ക്വയർ ഫീറ്റും ഒക്കെ വെച്ചിട്ടുള്ള റൂമാണ് വരുന്നത്. അത് വീണ്ടും ഒരു ഒരു സൗകര്യമില്ലായ്മ, ഇപ്പോൾ പൊളിച്ച കെട്ടിടങ്ങളെ പോലുള്ളൊരു സൗകര്യമില്ലായ്മ ഉള്ള ഒരു കെട്ടിടങ്ങളാണ് പണിയുന്നത്. ആ തരത്തിലുള്ള ആശങ്ക ഇവിടെ കച്ചവടക്കാർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. അത് നമുക്ക് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും ടെൻഡറൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വർക്ക് ആയതിനാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടെ നടന്നത് കന്നുകാലി ചന്തയുടെ ആശങ്ക എന്ന് പറയുന്നത്, കന്നുകാലി ചന്ത എൻ്റെ ചെറുപ്പത്തിലൊക്കെ മാവേലി സ്റ്റോറിൻ്റെ മുന്നിലായിരുന്നു കന്നുകാലി ചന്ത ഉണ്ടായിരുന്നത്. അത് പതുക്കെ പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ തള്ളി നീക്കി ഇപ്പോൾ സ്ലോട്ടർ ഹൗസിൻ്റെ അടുത്ത് വരെ എത്തി. ഇനിയിപ്പോൾ ഇവിടെയും വന്നു കഴിഞ്ഞാൽ ഒതുങ്ങിയൊരു കൂടിയൊന്നൊരു 5-6 സെൻറ്റ് സ്ഥലം കിട്ടുള്ളൂ. ബാക്കി
അവിടെ ഒതുങ്ങി കൊണ്ടുവരും. അവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് വലിയ ട്രക്കർ പോലുള്ള വണ്ടികളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിവിടെ എത്തിച്ചേരാനും സാധിക്കാതെ വരും. ഈ കന്നാലി ചന്ത വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാനും പറ്റില്ല. അപ്പോൾ ഇവർ ഒരു വർഷം 4-5 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചിട്ടാണ് ഇതിവിടെ നടന്നു വരുന്നത്. ഇത് മാർക്കറ്റ് ഉള്ള കാലം തുടങ്ങി ഏറ്റവും വിപുലമായൊരു മാർക്കറ്റായിരുന്നു കന്നാലി ചന്തയൊക്കെ. അതുപോലെ പച്ചക്കറി ചന്തി, അതിൽ പച്ചക്കറി ചന്ത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാവരും സംരക്ഷിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. കന്നാലി ചന്ത ഏകദേശം ഈ ബിൽഡിംഗ് വരുന്നതോടും കൂടി ചാലക്കുടിയിൽ നിന്ന് മാറിപ്പോകാനാണ് സാധ്യത. അപ്പോൾ അതിന് നല്ലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വരണം. ഈ കന്നുകാലിച്ചന്ത ഇതിൻ്റെ ഈ മാർക്കറ്റിൻ്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വേറെ എവിടെയെങ്കിലും സ്ഥലമോ മറ്റു കാര്യങ്ങളോ ഏതെങ്കിലും എടുത്ത് അതൊരു വികസനമായി കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്? പണ്ട് കാലത്ത് ഒരു 2005-10 കാലഘട്ടത്തിലാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അതിക്ക് മുന്നാണ് കന്നാലി ചന്ത ഏറ്റെടുക്കാനായിട്ട് നമ്മൾ നോർത്ത് ആനമല ജംഗ്ഷനിൽ, ആ ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡൊക്കെ ഇരിക്കുന്ന പരിസരമൊക്കെ അന്നത്തെ കൗൺസിലൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ പരിസരത്തുള്ളവർ സമ്മതിക്കാണ്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ബസ് സ്റ്റാൻഡ് വന്നു. പിന്നെ വേറൊരു 5 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടേക്കായിരുന്നു 5 ഏക്കർ മറ്റേ കന്നാലി ചന്ത വരാനായിട്ട് അന്നത്തെ കൗൺസിലൊക്കെ തീരുമാനം എടുത്തിരുന്നത്. പിന്നീട് അത് നടക്കാണ്ടായി. പിന്നെ അത് വേറെ എവിടെയും എൻ്റെ അറിവിൽ സ്ഥലം ഏറ്റെടുത്തതായിട്ട് എനിക്ക് അറിവില്ല.